ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴേക്കും 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നതിന് കുട്ടികൾ എത്തിച്ചേരുന്നത് അംഗൻവാടിയിലെ പരിശീലനവും കഴിഞ്ഞാണ്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഹരിശ്രീ കുറിക്കുന്നത് അംഗൻവാടിയിൽ നിന്നാണ്. എന്നാൽ ആ ഹരിശ്രീ കുറിക്കുന്ന അംഗൻവാടികളിലെ ജീവനക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഭാരതത്തിൽ ഒട്ടാകെ 12,93,448 അംഗനവാടി വർക്കേഴ്സും 11,64,178 അംഗനവാടി ഹെൽപ്പേഴ്സും ജോലി ചെയ്തു വരുന്നു. ആശാവർക്കർമാരുടെ സേവനം നിർവഹിക്കുന്നത് 10,83,000 പേരാണ്. ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും അംഗൻവാടി ജീവനക്കാർ ജോലി ചെയ്യുന്നത് ICDS ഓഫീസിൻ്റെ കീഴിലുമാണ്. കേരളത്തിൽ ആകെ 33,115 അംഗൻവാടികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ 60,000-ൽ പരം ജീവനക്കാരും ജോലി ചെയ്തു വരുന്നു. അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും പ്രതിമാസം ശമ്പളം എന്ന രീതിയിലല്ല അവരുടെ വേതനം ലഭിക്കുന്നത്, ഓണറേറിയം എന്ന രീതിയിലാണ്. ഇതിൽ അംഗൻവാടി ടീച്ചർമാർക്ക് പ്രതിമാസം 12,000 രൂപയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. ആ 12,000 രൂപയിൽ 4,500 രൂപ കേന്ദ്ര ഗവൺമെൻറ് വിഹിതവും 5,300 രൂപ സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും 2,200 രൂപ പഞ്ചായത്തിൻ്റെ വിഹിതവുമായി, അതായത് 37.5% സെൻട്രൽ ഗവൺമെൻറ് വിഹിതവും 62.5% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടി വിഹിതമാണ് ഓണറേറിയമായി 12,000 രൂപ അവർക്ക് പ്രതിമാസം ലഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് അംഗൻവാടി ഹെൽപ്പേഴ്സിനും പ്രതിമാസ ഓണറേറിയം 8,000 രൂപ ലഭിക്കുന്നത്. 37.5% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും 62.5% സംസ്ഥാന ഗവൺമെൻറ്റും പഞ്ചായത്തും കൂടി നൽകി വരുന്നു. ആശാ വർക്കർമാർക്ക് 6,000 രൂപ ഓണറേറിയമായി സെൻട്രൽ ഗവൺമെൻറ്റും 2,000 രൂപ ഇൻസെൻറ്റീവായി സംസ്ഥാന ഗവൺമെൻറ്റും നൽകി വരുന്നു. എന്നാൽ വളരെ തുച്ഛമായ പ്രതിഫലമാണ് ഇവർ ചെയ്യുന്ന ജോലിയുടെ ഭാരം കണക്കാക്കുമ്പോൾ ഇവർക്ക് നൽകി വരുന്നത്. വളരെ ശ്രദ്ധയും പരിശീലനവും നേടിയവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തു വരുന്നത്. വളരെ ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലിയിൽ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും സമൂഹം അതിനെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നതിൻ്റെ ഫലമായി അവർ അതിൻ്റെ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. അത്തരം സാഹചര്യത്തിൽ അവർക്ക് ഉയർന്ന ഒരു വേതനം കൂടി നൽകുവാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതാണ്. ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമായതുകൊണ്ട് ആഴ്ചയിലെ 6 ദിവസവും ഇവർ കുട്ടികളുമായി ഇടപഴകേണ്ടി വരുന്നു. പകൽ സമയം മുഴുവനും ഇവർക്ക് കുട്ടികളുമായി ഉള്ള ഒരു ബന്ധം കൊണ്ട് കുട്ടിയുടെ അമ്മയേക്കാൾ ആത്മബന്ധം ഇവർക്കാണ് ഉണ്ടാകുന്നത്. അംഗൻവാടികളിൽ എത്തുന്ന കുട്ടികളുടെ പോഷക ആഹാരങ്ങൾ തയ്യാറാക്കി അത് നൽകേണ്ടതും ഈ അംഗൻവാടി ജീവനക്കാരുടെ ചുമതലയാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവർ തയ്യാറാക്കി തങ്ങളുടെ മക്കളെന്ന പോലെ തന്നെ അവർ നൽകി വരുന്നു. അംഗൻവാടികളിൽ എത്തിച്ചേരുന്ന ഈ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരവും പാട്ടും കഥകളുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും ഈ അംഗൻവാടി ജീവനക്കാർ തന്നെയാണ്. 3 വർഷത്തോളം ഈ കുരുന്നുകളുടെ സ്വഭാവ രൂപീകരണത്തിന് അംഗൻവാടി ജീവനക്കാർ വഹിക്കുന്ന പങ്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. നാട്ടിലാകെ കോവിഡ് ബാധിച്ച് ഭീതിയിലാണ്ടപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചു. അതിൻ്റെ കൂടെ അംഗൻവാടികളും അടച്ച് പ്രവർത്തനം നിലച്ചപ്പോൾ തങ്ങളുടെ മക്കൾക്കുള്ള പോഷകാഹാരങ്ങൾ അവരുടെ വീടുകളിലെത്തിച്ച് മാതൃക കാണിച്ചവരാണ് അംഗൻവാടി ജീവനക്കാർ. എന്നാൽ അതിൻ്റെ പ്രതിഫലം ഇവർക്ക് നൽകുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഒരു LP UP സ്കൂൾ അസിസ്റ്റൻറ്റിന് പ്രതിമാസ വേതനമായി ശമ്പള സ്കെയിൽ നിശ്ചയിച്ചിട്ടുള്ളത് 35,600, 75,400 എന്ന സ്കെയിലിലാണ്. അതായത് 35,600 രൂപയും പ്ലസ് DAയും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളം അംഗൻവാടി ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വളരെ കൂടുതലും ഓരോ വർഷം തോറും ഇവർക്ക് ഇൻക്രിമെൻ്റ് എന്ന രീതിയിൽ അതിൻ്റെ വർധനവും കൂടാതെ DAയും ലഭിക്കുമ്പോൾ നല്ലൊരു തുക ശമ്പളമായി ലഭിക്കുന്നു. എന്നാൽ അംഗൻവാടി ജീവനക്കാർക്ക് സ്ഥിരമായ ഒരു ശമ്പളമാണ് 12,000 രൂപ
8,000 രൂപ എന്ന നിരക്കിൽ ഇവർക്ക് അത് സ്ഥിരമായ ഒരു ഓണറേറിയമായി തന്നെ നിലനിൽക്കുന്നു. ഒരു വർധനവും അവരുടെ ഓണറേറിയത്തിൽ ലഭിക്കുന്നില്ല. എന്നാൽ മറ്റു ഗവൺമെൻറ് ജീവനക്കാർക്ക് എല്ലാ വർഷവും ഇൻക്രിമെൻറ്റും അതിൻ്റെ നിശ്ചിത ശതമാനം DAയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവീസ് കൂടുന്നതനുസരിച്ച് മറ്റു ഗവൺമെൻറ് ജീവനക്കാരുടെ പ്രതിഫലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അംഗൻവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കും അവരുടെ ഓണറേറിയത്തിൽ ഒരു വർധനവും ഉണ്ടാകുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ ജോലി ഭാരം കൂടി വരികയാണ്. ഇവരുടെ പ്രവൃത്തി സമയം 9:30 മുതൽ 3:30 വരെ അംഗൻവാടിയിൽ പ്രവർത്തിക്കുകയും 3:30 മുതൽ 4:30 വരെ ഫീൽഡിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാത്രി സമയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട റിപ്പോർട്ടുകൾ ഓൺലൈനിൽ അയക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എല്ലാ മാസങ്ങളിലും ഇവരുടെ പ്രവർത്തന റിപ്പോർട്ടും ഇവർ ഓഫീസുകളിൽ ഹാജരാക്കി അതിനു വേണ്ട നിർദ്ദേശങ്ങളും നൽകേണ്ടിയിരിക്കുന്നു. കൂടാതെ എല്ലാ ഗർഭിണികളുടെയും ചെറിയ കുട്ടികളുടെയും പോഷക ആഹാരങ്ങൾ നൽകുന്നതിന് വേണ്ട ഭക്ഷണങ്ങൾ ഇവർ വിതരണം ചെയ്യണം. കൂടാതെ അവർക്ക് വേണ്ട മറ്റു സഹായങ്ങളും ഇവർ ചെയ്യേണ്ടതായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്രയും ഭാരിച്ച ഒരു ജോലിക്ക് നൽകുന്ന തുച്ഛമായ പ്രതിഫലമാണ്. ഇവർക്ക് പ്രാദേശിക അവധികൾ ലഭിക്കാറില്ല. മറ്റ് അധ്യാപകർക്ക് ലഭിക്കുന്ന അവധിക്കാലങ്ങളും ഇവർക്ക് ലഭിക്കാറില്ല. അതായത് എല്ലാ ദിവസങ്ങളും ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളും ഇവർക്ക് പ്രവൃത്തി ദിവസമായി വരുന്നു. മറ്റു ഗവൺമെൻറ് ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്ക് വലിയൊരു തുക പ്രതിഫലമായി ലഭിക്കുന്നു. എന്നാൽ അംഗൻവാടി ജീവനക്കാർക്ക് അതും ലഭിക്കുന്നില്ല. ഇനി പെൻഷനാണെങ്കിൽ ടീച്ചർമാർക്ക് പ്രതിമാസം 1000 രൂപയും ഹെൽപ്പേഴ്സിന് 500 രൂപയുമാണ് പെൻഷൻ ലഭിക്കുന്നത്. അംഗൻവാടി ടീച്ചർമാരിൽ നിന്ന് 500 രൂപ ക്ഷേമനിധിയിലേക്കും ഹെൽപ്പേഴ്സിൽ നിന്ന് 250 രൂപയും നിർബന്ധമായി സംസ്ഥാന ഗവൺമെൻറ് മാസം തോറും പിരിച്ചു വരുന്നു. എന്നാൽ പെൻഷൻ പറ്റി പിരിഞ്ഞിട്ട് പോലും ആ പൈസ അവർക്ക് മടക്കി കൊടുക്കുന്നില്ല. പലരും പെൻഷൻ പറ്റി പിരിഞ്ഞിട്ട് 2 വർഷമായിട്ട് പോലും ക്ഷേമനിധിയിലേക്ക് അടച്ച പൈസ അവർക്ക് ഇന്നേ വരെ ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിൽ വരുന്ന ഒരു പോസ്റ്റാണ് ലാസ്റ്റ് ഗ്രേഡ് അഥവാ LGS. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത 7ാം ക്ലാസ്സാണ്. ഇതിൻ്റെ ശമ്പള സ്കെയില് 16,500 35,700 രൂപയാണ്. അതായത് ഒരു OA പ്രതിമാസം 20,000 രൂപയ്ക്ക് മേലെ സർവീസിൽ കയറിയ അന്ന് മുതൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ ഇത്രയും ചെറിയ കുരുന്നുകളെ കൈകാര്യം ചെയ്യുന്ന അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും നൽകുന്ന തുക തുച്ഛമാണെന്നത് നിസ്സംശയം തന്നെ പറയാവുന്നതാണ്. ഇതിനൊരു പരിഹാരമുണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇവരുടെ അടിസ്ഥാന വേതനം 26,000 രൂപയെങ്കിലും ആക്കി നിജപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് അംഗനവാടി ടീച്ചർമാർക്ക് 26,000 രൂപയും അംഗനവാടി ഹെൽപ്പേഴ്സിന് 20,000 രൂപയും ആശാ വർക്കർമാർക്കും 20,000 രൂപ പ്രതിമാസം നൽകാവുന്നതാണ്. ഇവരുടെ അടിസ്ഥാന യോഗ്യത കണക്കാക്കി PSCയിലൂടെ നിയമനം നടത്തുകയും അവർക്ക് മാസം തോറും ഒരു ശമ്പളമെന്ന രീതിയിൽ പ്രതിഫലം നൽകേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവന് ഒരു വലിയ തുക പ്രതിഫലമായും സർവീസിന് അനുസരിച്ച് പെൻഷനും ലഭിക്കുന്നു. എന്നാൽ 30 വർഷത്തിലധികം സർവീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു അംഗനവാടി ജീവനക്കാർക്ക് ലഭിക്കുന്ന തുക 1000 രൂപ ടീച്ചറിനും 500 രൂപ ഹെൽപ്പറിനുമാണ്. ഇത്രയും ചെറിയ ഒരു തുക നൽകി ഇവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഗവൺമെൻറ് അവരോട് ചെയ്യുന്നത്. സർവീസിനനുസരിച്ച് ഒരു 10,000 രൂപയെങ്കിലും അവർക്ക് പെൻഷനായി അനുവദിച്ച് അവരുടെ ശിഷ്ടകാലം സന്തുഷ്ടമായി ജീവിക്കുന്നതിനുള്ള അവസരമെങ്കിലും ഗവൺമെൻറ് ഒരുക്കേണ്ടതാണ്. ആശാ വർക്കർമാരുടെയും പെൻഷനും അവരുടെ സർവീസിൻ്റെ അടിസ്ഥാന യോഗ്യത നിശ്ചയിച്ച് PSCയിലൂടെ നിയമനം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് 2024 ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ പദ്ധതിയും ഇൻഷുറൻസ് പദ്ധതിയും അവർക്ക് ഒരു കൈത്താങ്ങായിരിക്കും.